അശ്വതിയുടെ കള്ളക്കമ്പകനെ പിടിച്ച് ഓടി വാ, ഓടി വാ. നാട്ടുകാരെ ഓടി വാ, ഇവിടെ പൂട്ടിയിട്ടിരിക്കുക. നാട്ടുകാരെ ഓടി വാ, നാട്ടുകാരെ ഓടി വാ, ഓടി വാ. കള്ളക്കമ്പകനെ എന്താ കാണിക്കുന്നേ? നീ വന്നോ? അത് നന്നായി, തെളിവിനൊരാളായി. എന്താ എന്താ പ്രശ്നം? എന്താ? ഇവിടെ കള്ളക്കാമുകനെ പിടിച്ചിട്ടുണ്ട്. നീ മിണ്ടാതിരിക്കെ, എല്ലാത്തിനും ഒത്താശ നീയാ. എന്താന്ന് പറ, എന്താ പ്രശ്നം? അശ്വതിയുടെ കള്ളക്കാമുകനെ പൂട്ടിയിട്ടിരിക്കുക ബെഡ്റൂമില്. വാ, കാണിച്ചു തരാം. കാമുകന്? ഞാൻ പറയട്ടെ ചേട്ടാ, വാ ഇങ്ങോട്ട്. എടുത്തേ. ഈശ്വരോ, ഐശ്വര്യ, ഐശ്വര്യ ഡോർ തുറക്കാൻ. ഐശ്വര്യ നിന്നോടാ പറഞ്ഞ ഡോർ തുറക്കാൻ. ഐശ്വര്യ നിന്നോടാ പറഞ്ഞ വാതിൽ തുറക്ക്. ഐശ്വര്യ. അരുൺ, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? ഇതിനകത്തുണ്ട്. ഐശ്വര്യ, ഐശ്വര്യ മര്യാദയ്ക്ക് വാതിൽ തുറക്കാൻ. ഐശ്വര്യ ഡോർ തുറക്കാൻ. എന്താ എന്താ പ്രശ്നം? വീട്ടിലെ അശ്വതിയുടെ കള്ളക്കാമുകൻ ഐശ്വര്യ, ഞാൻ ബെഡ്റൂമിൽ വെച്ച് രണ്ടിനെ കയ്യോടെ പിടിച്ചു. ഞങ്ങൾ അയൽവക്കക്കാരാ, മാന്യമായി ജീവിക്കുന്നവരാ. ഇവിടെ ഇത് പറ്റത്തില്ല. അങ്ങനെ പറ ചേട്ടാ. എന്തായാലും കഥക് തുറക്ക്. അരുൺ, ഈശ്വര. കണ്ടോ, ഇതാണ് കാമുകൻ, അശ്വതിയുടെ കള്ള കാമുകൻ. മാന്യമാര് താമസിക്കുന്ന ഈ പ്രദേശത്ത് ഈ വീട്ടിൽ പട്ട പകല്, അതും ബെഡ്റൂമില്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നിങ്ങളൊക്കെ എന്ത് അയൽക്കാരാണ്. ഒടുവിൽ കണ്ടുപിടിക്കാൻ ഞാൻ തന്നെ വേണ്ടി വന്നു. നിങ്ങൾക്കും പ്രായപൂർത്തിയായ പെൺമക്കളൊക്കെ ഉള്ളതല്ലേ? അവരും ഇവളെ ഈ അശ്വതി കണ്ടല്ലേ പഠിക്കുന്നേ. ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു. ഇനി ഇടപെടേണ്ടത് നിങ്ങൾ അയൽക്കാരാ. ഇവൾ ഈ വീട്ടിൽ വാഴിക്കണോ?
അത് നിങ്ങൾ തന്നെ തീരുമാനിക്കും. നിങ്ങൾ അയൽക്കാർക്ക് അഭിമാനം ഉണ്ടെങ്കിൽ ഇവളെ ഈ നാട്ടിൽ നിന്ന് തന്നെ അടിച്ചോടിക്കണം. ഇവിടെ രാത്രിയും പകലും ആണുങ്ങളുടെ വരവ് പോക്ക് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ഇത്രത്തോളം എത്തുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അമ്മ വീട്ടിലില്ലാത്തോണ്ട് എന്ത് തോന്നിയ ദിവസം കാണിക്കാന്നോ? ഇവൻ ഈ അടുത്ത കാലത്ത് വന്ന് കൂടിയതാ. അതിനു മുമ്പ് വേറൊരുത്തനുണ്ടായിരുന്നു, ഒരു SI എന്ന് പറഞ്ഞൊരുത്തൻ. ഇറങ്ങടി ഇവിടുന്ന്. ഇവിടെ ഇതൊന്നും പറ്റത്തില്ല, ഇറങ്ങ. ഇറങ്ങടി ഇങ്ങോട്ട്. ഇങ്ങോട്ട് ഇറങ്ങി പാടി നടക്കങ്ങോട്ട്. ഞങ്ങൾക്കേ പെമ്മക്കളുള്ളതാ. നിന്റെ ഒഴിഞ്ഞോട്ടൊന്നും ഇവിടെ നടക്കത്തില്ല. ഇറങ്ങങ്ങോട്ട്, ഇറങ്ങടി. നിന്നെതും തോന്നിയ ദിവസം ഇവിടെ അനുവദിക്കാൻ പറ്റത്തില്ല. നിങ്ങളൊന്ന് മാറിയെന്നേ. ഇവള് പറയുന്നത് കേട്ട് വെറുതെ ഞങ്ങളെ സംശയിക്കാൻ നിൽക്കരുത്. ഇവനാണ് പ്രശ്നം. പോലീസിനെ വിളിക്ക്. ഇവനൊന്നും വെറുതെ വിടരുത്. വാ, പിടിക്ക്. ചേട്ടാ ഞാൻ പറയട്ടെ. ചേട്ടാ നിങ്ങൾ കരുതുന്ന പോലെ അല്ല. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അടങ്ങി നിൽക്കടാ. അവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാ ചേട്ടാ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ചേട്ടാ നിങ്ങൾ കരുതുന്ന പോലെ അല്ല. പറയണ്ട. ചേട്ടാ വിടാൻ. ചേട്ടാ പിടിവിടാൻ. ചേട്ടാ പറയട്ടെ. ചേട്ടാ എന്താ സംഭവിച്ചെന്നും ചേട്ടാ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ചേട്ടാ വിടു ചേട്ടാ. ചേട്ടാ ഒന്ന് പറയട്ടെ. ചേട്ടാ എന്താ അരുണനെ കൊറേ വേദനിപ്പിച്ചതാ. അനുഭവിക്കട്ടെ. ചേട്ടാ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ചേട്ടാ നീ ഒന്നും പറയണ്ട. പോലെ അല്ല. ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. കാര്യം എന്താണെന്ന് പറഞ്ഞോട്ടെ. നിങ്ങൾ ആദ്യം പിടിവിട്ടെ. ഞാൻ പറയട്ടെ. നീ ആരാ? സത്യങ്ങൾ അറിയാതെ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നീ എന്താ ഇവരുടെ ഏജന്റാ? സൂക്ഷിച്ച് സംസാരിക്കണം. ഇത് ഇവളുടെ അടവാണ്. ആരും ഈ കണ്ണീരിൽ വീഴരുത്. ഇവിടെ ഞാനാണല്ലോ പ്രശ്നം. അത് ഞാൻ അവസാനിപ്പിച്ചു തരാം. എന്താ നീ കാണിച്ചത്? എന്താ നീ കാണിച്ചത്?
അഭി എന്തായി കാണിച്ചേ? എന്തായി കാണിച്ചെന്ന്? ചേച്ചി പോട്ടെ, എനിക്ക് ജീവിക്കണ്ട, എനിക്ക് മരിച്ചാ മതി. ഞാനല്ലേ പ്രശ്നം, എല്ലാവർക്കും ഞാനല്ലേ പ്രശ്നം. ഞാനതൊക്കെ തീർക്കാം. ഇനി എന്ത് കാണാനാ നിങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നേ? അവര് തൂങ്ങി നിൽക്കുന്ന കാണണോ? എങ്കിൽ അത് പറയ. ഇവിടെ പട്ടാപ്പകലെ ഒരുത്തൻ ബെഡ്റൂമില്. ഓ സദാചാരം അല്ലേ? നീ എന്താ അഭി കാണിച്ചേ? ഞങ്ങൾ അയൽക്കാരാ, ഞങ്ങൾക്കിത് സഹിച്ചിരിക്കാൻ പറ്റത്തില്ല. ഈ നിൽക്കുന്നത് അവരുടെ ആരാന്നറിയോ? ഇത് അശ്വതി ചേച്ചി താലി കിട്ടിയ ആളാ. അശ്വതി ചേച്ചിയുടെ കഴുത്തി കിടക്കുന്നതേ ഈ മനുഷ്യൻ കെട്ടിയ താലിയാ. ആ റൂമിൽ കിടന്നുറങ്ങുന്ന ശ്രീകുട്ടി ദേ ഈ നിൽക്കുന്ന ആളുടെയും അശ്വതി ചേച്ചിയുടെയും മകളാ. ഇനി പറയ, അച്ഛന് സ്വന്തം മകളെ കാണാൻ ഇവിടെ വരാൻ പാടില്ലേ? പറയേ. കൊള്ളാം. ഈ താലി കണ്ടോ? എന്റെ കഴുത്തിലുള്ള ഈ താലി ഈ നിൽക്കുന്ന അരുൺ കെട്ടിയതാ. നിലവിലെ ഈ ഭാര്യ മോൾ ഉള്ളപ്പോ എന്നെ ചതിച്ചതാ. അപ്പൊ ഇവനെന്താ കല്യാണ വീരനോ? ഇവരെയൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. അതൊന്നും വേണ്ട. എന്റെ ഭർത്താവിനെ എനിക്ക് വേണം. നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഇനി എന്റെ ഭർത്താവ് ഇവളെ കാണാൻ വന്ന എന്നെ അപ്പൊ ഒന്ന് അറിയിക്കണം. എന്റെ ഫോൺ നമ്പർ എല്ലാവർക്കും ഞാൻ തന്നേക്കാം. ഇതൊരു നാറ്റ കേസാ, നമുക്ക് പോവാം. സ്ത്രീകളെ കല്യാണത്തിന്റെ പേരിൽ വഞ്ചിക്കുന്ന ഇവനെ പോലുള്ളവനെയൊക്കെ ചാട്ടവാറിനടിക്കണം. വാ പോവാം. ദേ, നിങ്ങളെ ഭർത്താവിനെ വേണമെങ്കിൽ വിളിച്ചോണ്ട് പോയിക്കോണം. ഇനി ഇവിടെ കണ്ട ഞങ്ങൾ കൈയും കാലും തല്ലി ഓടിക്കും. വലിയ ഉപകാരം ചേട്ടാ. ഞാൻ ഭർത്താവിനെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയിക്കോളാം. വാ വാ പോവാം, നാറ്റ കേസാ. വാ വാ പോവാം. ഡീ, നിനക്ക് തൃപ്തിയായല്ലോ? നാട്ടുകാരുടെ മുന്നിൽ വെച്ച് എന്നെ നാറ്റിച്ചപ്പോ നിനക്ക് സമാധാനമായല്ലോ? ഇറങ്ങി പൊക്കോ. എന്റെ കൺമുമ്പിൽ നിന്ന് എവിടേക്കെന്ന് വെച്ചാ പൊക്കോ. അല്ലെങ്കിൽ ഇനി എന്താ ഏതാ ചെയ്യാന്നും എനിക്ക് തന്നെ അറിയില്ല. എന്താ നീ പോകുന്നില്ലേ? ഞാൻ ഇവിടുന്ന് പോകുന്നെങ്കിൽ എന്റെ ഭർത്താവ് എന്നോടൊപ്പം വരും. ഇല്ലെങ്കിൽ ഈ വീട്ടിൽ 2 ഭാര്യമാരുമായിട്ട് അരുണ് കഴിയാം. ഡീ, നീ എന്താടി പറഞ്ഞത്? അരുണിട്ടാ. ഒറ്റ കൂടി പറയ്. വേണ്ട. ശ്യാമേ, ഇവൾ എന്താ പറഞ്ഞത് കേട്ടില്ലേ? എന്നെ വിട്. ഒന്നുകൂടെ വിട്. പറയടി. അരുണിന്റെ വിട്. പറയടി. വിട്, ഞാൻ ഒരിക്കൽ കൂടെ പറ. പറയട്ടെ. ഇങ്ങ് വന്നേ. ഡീ, ഇറങ്ങി പോടി. വേണ്ട ഡീ, ഇറങ്ങി പോവാൻ. ഏട്ടാ വേണ്ട. എന്നെ കൊന്നോ? അങ്ങനെ എന്റെ ശല്യം തീർത്തോ?
അല്ലാതെ അരുൺ ഇല്ലാതെ ഞാൻ പോവില്ല. നിന്നെ അരുണേട്ട പ്ലീസ്, അരുണേട്ട ഞാൻ പറയുന്നൊന്ന് കേക്ക്. അരുണേട്ട ഐശ്വര്യത്തോടൊപ്പം പോണം. ശ്യാമേ, എന്നെ അഭിയും ഇത്രയൊക്കെ അപമാനിച്ചിട്ട് ശ്യാമ എന്തായി പറയുന്നേ? എല്ലാം സത്യാണ്. ഐശ്വര്യയുടെ പ്രവൃത്തികളെല്ലാം കുറെ കടന്നുപോയി. പക്ഷെ എന്ത് പക്ഷേ? ഏട്ടാ, ഒരു നിമിഷം ഏട്ടൻ ഐശ്വര്യയുടെ പക്ഷത്തൊന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഐശ്വര്യടുത്ത് പറയുന്നതിൽ സത്യമില്ലേ? ഇക്കാര്യത്തിൽ ഐശ്വര്യടുത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? അശ്വതി ചേച്ചിയും കുഞ്ഞുള്ള സത്യം അറിയാതെയാണ് അരുണേട്ടൻ ഐശ്വര്യത്തെ വിവാഹം കഴിച്ചത്. അത് സത്യമാണ്. പക്ഷെ ഐശ്വര്യത്തെ തെറ്റുകാരിയാണോ? അല്ലല്ലോ. അരുണേട്ടൻ അച്ഛനെയും അമ്മയും നമ്മുടെ കുടുംബത്തെയും കുറിച്ച് ഓർക്കണം. ആ അന്തസ് മാനിച്ച് ഇപ്പൊ ഐശ്വര്യത്തോടൊപ്പം അരുണേട്ടൻ പോണം. അതെ, ശ്യാമ പറഞ്ഞതാ ശരി. അരുൺ ഐശ്വര്യക്കൊപ്പം പോണം. ഞാനും എന്റെ മോളും നിങ്ങളുടെ ജീവിതത്തിന് ഒരു തടസ്സാവില്ല. അരുണേട്ടാ, പറയുന്നത് കേക്ക്. ഞാനില്ലേ പറയുന്നേ? അത് ഏട്ടാ, ഞാൻ ഏട്ടന് ദോഷം വരുന്ന എന്തെങ്കിലും ഇതുവരെ ചെയ്തിട്ടുണ്ടോ? പറ. ആ വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്ന അരുണേട്ടൻ കേൾക്കണം. ഐശ്വര്യടുത്ത് വാ, പോയി കാറി കയറ്. അരുണേട്ടനൊപ്പം വരും. ശ്യാമേ, വാക്കാണോ? അതെ, എടുത്തി പോയി കാറി കയറ്. ചെല്ല. അരുണേട്ടാ, ശ്യാമേ, എന്റെ അഭിരാമി ആ ടെൻഷൻ അരുണേട്ടന് വേണ്ട. അശ്വതീച്ചി ഇനി ആത്മഹത്യക്ക് ഒന്നും ശ്രമിക്കില്ല. ശ്രീകുട്ടി ഒറ്റപ്പെടും. അശ്വതീച്ചിക്ക് അത് നന്നായിട്ട് മനസ്സിലാവും. ഏട്ടാ, വാ, വന്നേ. ഏട്ടാ, വാ, വന്നേ പ്ലീസ്. വാ ഏട്ടാ, വാ. എടുത്തി കാറിൽ കയറ്. വാ, ഞാനല്ലേ പറയുന്നത്. കേറ്.
ശ്യാമേ അഭി ഏട്ടൻ ധൈര്യമായിട്ട് പൊയ്ക്കോ. അശ്വതി ചേച്ചി ഒന്നും ചെയ്യില്ല, എല്ലാം ഞാൻ ഏറ്റു. ചെല്ല ചെല്ലേട്ടാ.